ഇഷ്ടമുള്ള നമ്മളെല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബിജുചേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഡെറി, ലണ്ടൻ ഡെറിയിലെ സുമനസ്സുകളെ, സുന്ദരമായ ഒരു സുരഭിലമായ മനോഹരമായ ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ ഈ ഒരു ഓണാഘോഷം ഇവിടെ സംജാതമാക്കിയിരിക്കുന്നത്. അതിലുപരി പറയാനുള്ളത്, ഏറ്റവും ബൃഹത്തായിട്ടുള്ള എടുത്താൽ പോകാത്തൊരു കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഓണ സന്ദേശം നൽകുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതിനൊക്കെ പാകമായിട്ടൊരാളാണോ ഞാൻ, അല്ലെങ്കിൽ അർഹമായിട്ടുള്ളൊരാളാണോ, അതിനൊക്കെ പ്രാപ്തിയുള്ളൊരു വ്യക്തിയാണോ എന്നതിനെക്കുറിച്ച് ഞാൻ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഓണത്തെക്കുറിച്ച്, ഓണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മേന്മയെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, അതിൻ്റെ പവിത്രതയെക്കുറിച്ചൊന്നും മലയാളികളായ നമ്മൾ ഓരോരുത്തരോടും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിവരയിട്ട് അടിക്കെട്ടുറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഓണം, അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹ്യം. ഓണത്തെക്കുറിച്ച് 4 വാചകങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് 4 പുറത്തിൽ കവിയാതെ ഉപന്യാസം എഴുതുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഓണത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ഏതൊരു ദേവനും അസുരഭാവമുണ്ടെന്നും ഏതൊരു അസുരനും ദൈവിക ഭാവമുണ്ടെന്നും തെളിയിക്കപ്പെട്ട ഒരു വലിയ മുഹൂർത്തമാണ് ഓണം. ദേവനായ മഹാവിഷ്ണു വാമന അവതാരം കൊണ്ട് അസുര ചക്രവർത്തിയായിട്ട് കേരളത്തിൽ നന്മ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ മനുഷ്യനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓണം. അതിൽ തന്നെ ഒരു ദേവന്റെ അസുരഭാവത്തെയും അല്ലെങ്കിൽ ഒരു അസുരന്റെ ദൈവഭാവത്തെയും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പൂക്കളം തീർക്കുന്നത്. പല ആകൃതിയിലും പല വർണ്ണങ്ങളിലും പല നിറഭേദങ്ങളിലുമുള്ള പൂക്കൾ കൊണ്ട് ഒരു മനോഹരമായ പൂക്കളം തീർക്കുന്നതിലൂടെ വൈവിധ്യം പേറുന്ന നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ മനോഹാരിത പിറവിയെടുക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഞാനത് കണക്കാക്കുകയാണ്. അതുതന്നെയാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ്, സന്ദേശം എന്ന് പറഞ്ഞുകൊള്ളുകയാണ്. പിന്നീട് നമുക്കറിയാം, കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ നമ്മളെല്ലാവരും പറയാറുണ്ട്. നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളും വയനാട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിന് മുൻപ് നടന്നിട്ടുള്ള പല ദുരന്തങ്ങളും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിലും വലിയ ഭൂകമ്പങ്ങൾ മറ്റ് പല മേഖലകളിലും നടക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇതിനെല്ലാം മറന്നുകൊണ്ട്, ഇതിനെല്ലാം ത്യജിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വലിയ, അല്ലെങ്കിൽ പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ് വരുന്ന സമൃദ്ധിയുടെ ഓണത്തിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിൽ തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഏതൊരു ഇരുളിനും ഒരു വെളിച്ചമുണ്ട്, അല്ലെങ്കിൽ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ നന്മയുടെ ലോകം നമുക്കായി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഓണം നമ്മൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. എല്ലാവരും ജാതി ഭേദമന്യേ, മതദ്വേഷമന്യേ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വലിയ തത്വം ഓണത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാൻ ആളല്ല, എങ്കിൽ പോലും നമ്മുടെയൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഞാനത് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ലണ്ടൻ ഡെറിയിലെ മാത്രമല്ല, പ്രവാസികളാണ് ഏറ്റവും നന്നായി ഓണം ആഘോഷിക്കുന്നതെന്ന് ഞാൻ അന്നും എന്നും പറയും. കാരണം കേരളത്തിലുള്ള അവിടെ സ്വകാര്യ ജീവിതം നടത്തുന്ന, കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ള ഏതൊരു വ്യക്തിയും ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് പവിത്രതയോടെ ഓണത്തിന്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട്, ഓണത്തിൻ്റെതായ എല്ലാ രീതിയിലും ഉൾക്കൊണ്ടുകൊണ്ട് അത് ആഘോഷിക്കുന്നത് പ്രവാസി മലയാളികളാണ്. അതിനൊക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞങ്ങളെപ്പോൾ എളിയ കലാകാരന്മാർ. അമേരിക്കയിലും ഗൾഫ് നാടുകളിലും ഒക്കെയുള്ള ഒരുപാട് പ്രവാസികൾ. അതാണ് ഞാൻ പ്രവാസി എന്ന് പൊതുവായി പറഞ്ഞത്. UK-യിലും അയർലൻഡിലും മാത്രമല്ല, ഇത് ഞാൻ മനസ്സിൻ്റെ അടുത്തെന്ന് പറയുന്നതാണ്. നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടൊക്കെ ആവറേജ് ഓണാഘോഷമായിരുന്നു, ഇന്നൊക്കെ ബീവറേജ് ഓണാഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറെ കൂടി ട്രഡീഷണലായി പാരമ്പര്യ തനിമയോടെ ഓണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട്, ഓണത്തിന്റെ എല്ലാ പവിത്രതയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഓണം ആഘോഷിക്കാൻ പ്രവാസി മലയാളികളായ നിങ്ങൾ ഔന്നിത്യം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള പ്രവാസി മലയാളികളാണെന്ന് മലയാള സിനിമയുടെ പിൻഭാഗത്ത് പോലും അതിന്റെ ഫണ്ട് ഇറക്കുന്നത് പോലും നിങ്ങളെപ്പോലുള്ള പ്രവാസി മലയാളികളാണ്. നിങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് മിച്ചം വെക്കുന്ന ആ എന്റർടൈൻമെന്റിന് വേണ്ടി ചെലവഴിക്കുന്ന പണമാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുടെ ഉപജീവനം, അതിജീവനം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ നന്മ നിറഞ്ഞ ഓണാശംസകളും, നന്മയുടെ സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ നല്ലൊരു ഓണക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കുമായി മനസ്സിന്റെ അടുത്തിട്ട് നിന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കണ്ടതിന്, കേട്ടതിന് എല്ലാറ്റിനും നന്ദി. വൺസ് അഗെയിൻ ഹാപ്പി ഓണം. താങ്ക് യു.